ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുടംപുളി, ഒരു ചുള കുടംപുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, വെള്ളം പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അധികം ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസ്ഥ കാരണം കുറച്ച് മാത്രമാണ് ഒഴിക്കുന്നത്. പെണ്ണൊന്ന് ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും നമ്മൾ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവില്ലാത്തതാണ് കേട്ടോ. ഇപ്പോൾ കശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഒരുപാടൊന്നുമില്ല, കുറച്ചാണ്, വളരെ കുറച്ചാണ് ചേർക്കുന്നത്. പൊടികളെല്ലാം നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് തൈരായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കുടംപുളിയും അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല വലിയ കുടംപുളിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു ചുള മാത്രമാണ് ചേർത്തത്. ഇത് തന്നെ ധാരാളമാണ്. ഇത് തന്നെ പുളി ഇറങ്ങിയാൽ നമ്മൾ പുളി എടുത്ത് മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിയുടെ ചാറൊക്കെ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളയൊന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വൃത്തിയാക്കി വെച്ച മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മത്തിയും അതിൻ്റെ കൂടെ അതിൻ്റെ നമ്മളിവിടെ ഇണർ എന്നാണ് പറയുക, മീൻ മുട്ടയില്ലേ, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഇണറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ കറിയിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മളെ കറിയൊക്കെ ഇവിടെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് കറിയുടെ ഉപ്പും മുളകെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ നേരത്തെ ഇട്ടതാണ്, അല്ലാണ്ട് എക്സ്ട്രാ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ പുളി നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളി ഇങ്ങെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുളീൻ്റെ ആവശ്യമില്ല. കുടംപുളി ആയാലും ഇതൊരു ഉപകാരമാണ്. പുളി ഇറങ്ങിയാൽ നമുക്ക് കുടംപുളി അങ്ങെടുത്ത് മാറ്റും. ഒരുപാട് കുടംപുളി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം മീനുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കുടംപുളി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുളി എടുത്ത് മാറ്റി. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. കണ്ടില്ലേ, നല്ല രീതിയിൽ കുറുകി വറ്റി വന്നിട്ടുണ്ട്. ചോറിനൊപ്പവും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു മത്തി കറിയാണ്. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും. നമ്മൾ വസ്തു കൊണ്ട് ഒഴിക്കുന്നില്ല. നിങ്ങളുണ്ടാക്കുമ്പോൾ ഒഴിച്ചിട്ടുണ്ടാക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.